2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനുള്ള, അല്ലെങ്കിൽ ജനത്തിൻ്റെ വോട്ടർമാരുടെ രാഷ്ട്രീയ മൂഡ് അറിയാനുള്ള ഏറ്റവും ആദ്യത്തെ അവസരമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകൾ. 49 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ. 49 മണ്ഡലങ്ങളെന്ന് പറയുമ്പോഴും അത് വ്യത്യസ്തമായ തലങ്ങളിലാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. അതിലൊരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിരുവനന്തപുരത്ത്. അതുപോലെ 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 6 മുനിസിപ്പാലിറ്റി സീറ്റുകൾ, അതുപോലെ 38 ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ. ഇവിടെ പ്രത്യേകപ്പെട്ട കാര്യം, പ്രത്യേകമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കാണുന്നതിൻ്റെ ഒരു കാര്യം, ഇത് 49 സീറ്റുകൾ എന്നത് മാത്രമല്ല, ദാറ്റ് ഈസ് പ്രോപ്പർലി സ്പ്രെഡ്. ഈ 49 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ സീറ്റുകൾ വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിൽ പെടുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് ഓരോ ജില്ലയിലും എങ്ങനെയാണ് ജനങ്ങൾ, ഒരു ക്രോസ് സെക്ഷൻ ആകണമെന്നൊന്നുമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നഗരസഭാ വാർഡിലെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രാദേശിക ഫാക്ടേഴ്സിനാണ് മുൻഗണന. അത് സമ്മതിക്കുന്നു. ഒന്നും രാഷ്ട്രീയ വോട്ടായിട്ടൊന്നും കാണാനാവില്ല. പക്ഷേ വളരെയധികം വൈകാരികമായി ഇപ്പോൾ കേരള ജനത കാണുന്ന 1-2 വിഷയങ്ങളുണ്ട്. ഒന്ന്, CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടെന്ന് കരുതപ്പെടുന്ന വോട്ട് ചോർച്ച, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും സംഭവിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വടക്കൻ ഭാഗത്ത് ആറ്റിങ്ങൽ മേഖലയിലൊക്കെ സംഭവിക്കുന്ന, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ നടത്തിയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വലിയ കുതിച്ചുചാട്ടം, അതിനൊക്കെ പിന്നിൽ ഈഴവ സമുദായത്തിൻ്റെ നിർലോഭമായ സഹകരണമില്ലേ എന്ന ഒരു ചിന്ത. ഇത് തെളിഞ്ഞും ഒളിഞ്ഞും പല നിരീക്ഷകരും പല രീതിയിൽ അതിനെക്കുറിച്ച് മുൻകൂട്ടി തന്നെ സൂചനകൾ നൽകിയതാണ്. ഒരുപക്ഷെ SNDP യോഗത്തിൻ്റെ തന്നെ ചിന്ത മാറുന്നുണ്ടോ? ഒരു കടുത്ത ഇടതുപക്ഷ പക്ഷപാതിത്വം ഉണ്ടായിരുന്ന യോഗത്തിൻ്റെ മഹാഭൂരിപക്ഷം ആളുകളുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും BJP ലൈനിലേക്ക് മാറിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ആ വോട്ടുകൾ തിരിച്ച് LDF-ലേക്ക് വരുമോ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇവിടെ കൊല്ലം ജില്ലയിലെ ഫലം, 2 പഞ്ചായത്തിൻ്റെ ഭരണം, 2-3 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ 2 പഞ്ചായത്തിൻ്റെ, പോയപ്പള്ളി പഞ്ചായത്തിൻ്റെയും മറ്റൊരു പഞ്ചായത്തിൻ്റെ, 2 പഞ്ചായത്തിൻ്റെ നിയന്ത്രണം LDF-ന് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊല്ലത്തെ ഫലം മാറി മറിയുന്നത് കണ്ടു. അതുപോലെ തൃശ്ശൂർ, സുരേഷ് ഗോപി അങ്ങ് എടുത്ത ഒരു ലോക്സഭാ മണ്ഡലമാണല്ലോ തൃശ്ശൂർ. UDF പ്രതിനിധി കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പോഴും തൃശ്ശൂർ നടന്ന ഏക തെരഞ്ഞെടുപ്പ്, ഏക സീറ്റിൽ അവിടെ UDF പരാജയപ്പെട്ടു. UDF-നെ പരാജയപ്പെടുത്തത് LDF അല്ല, BJP ആണെന്ന് ഓർക്കണം. അപ്പം BJPക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. തൃശ്ശൂർ കാര്യമായ ഒരു സാന്നിധ്യം അറിയിക്കാൻ BJPക്ക് കഴിയുന്നു. അത് ചില മേഖലകളിൽ തന്നെ ആയിരിക്കാം. പക്ഷേ എങ്കിലും മാറി ചിന്തിക്കുന്ന, മാറി വരുന്ന ഒരു കാറ്റ് നമ്മൾ ആദ്യം സൂചനയായിട്ട് കിട്ടുന്നത് പലപ്പോഴും ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പുകളിലാണ്, ഉപതെരഞ്ഞെടുപ്പുകളിലാണ്. അതുപോലെ LDF-നെ സമാശ്വസിക്കാൻ വകയുണ്ട്. കാരണം പൂർണ്ണമായ പരാജയമാണ് എന്ന് പറയാനാവില്ല. ചില സീറ്റുകൾ UDF-ൽ നിന്നും LDF പിടിച്ചെടുക്കുകയും ചെയ്തു. ആകെയുള്ള 49 സീറ്റിലെ മൊത്തം ഫലം വിശകലനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എല്ലാ ജില്ലകളിലും, 13 ജില്ലകളിലായി ഉള്ള വിവിധങ്ങളായ സീറ്റുകൾ വിശകലനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യ സൂചന എന്ന് പറയുന്നത് 23 ഇടത്ത് UDF-ന്റെ പ്രതിനിധികൾ ജയിച്ചു കയറുന്നൊരു കാഴ്ച കണ്ടു. UDF-ന് ഉണ്ടായിരുന്നത് 18 സീറ്റുകൾ മാത്രമാണ്. അത് 23ലേക്ക് വളരുന്നു എന്ന് പറയുമ്പോൾ 4 UDF സ്വതന്ത്രരുടെ കൂടെ പിന്തുണയുണ്ട്. അതുപോലെ LDF വിമതർ UDF സഹായിച്ച് ജയിച്ച മണ്ഡലങ്ങളും ഇതിന് പുറമെയാണ്. ഇങ്ങനെ വരുമ്പോൾ UDF-ന്റെ ഒരു അടിത്തറ കുറച്ചുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. ഇനിയും കേരളം മുന്നോട്ട് പോകാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കാണ്. ഇവിടെ UDF-ന്റെ ജയം ആഘോഷിക്കപ്പെടേണ്ട ജയമൊന്നുമല്ല. കാരണം ഇത് ലോക്കൽ കാരണങ്ങളാലാണ്. ഉപതെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ്. അത് മാത്രമല്ല, സാധാരണഗതിയിൽ ആസ് എ തമ്പ് റൂൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ അഡ്വാൻറ്റേജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. കാരണം അവർക്കാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമുള്ളത്. അവരുടെ അനുകൂലമായ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ഘടനാപരമായ സംവിധാനമുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചിട്ടയായ പ്രവർത്തനവും സ്ക്വാഡ് വർക്കും എല്ലാം തന്നെ ലോക്കലി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സംവിധാനം കേഡർ സ്വഭാവമുള്ള പാർട്ടിക്കാണ് LDF-നും BJP-ക്കുമാണ്. പക്ഷേ അവിടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ചെറുതെങ്കിലും നിർണായകമായ ഒരു മുൻകൈ നേടാൻ
UDF ഇപ്പോൾ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF കുറച്ച് നേട്ടമാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ UDF സംഘടനാ സംവിധാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് ആലസ്യത്തിലാണ്. അത് മാത്രമല്ല, കോൺഗ്രസിന് ഉള്ളിൽ തന്നെ പൊട്ടലും ചീറ്റലും, ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന മട്ടിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചക്കളത്തെ പോരാട്ടങ്ങൾ മനുഷ്യന്റെ മനസ്സ് മടുപ്പിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും UDF സംവിധാനം ലോക്കൽ തലത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നത് തീർച്ചയായും നോക്കിക്കാണാതിരിക്കാനാവില്ല. അതുകൊണ്ട് LDF സംബന്ധിച്ചിടത്തോളം തുടർചലനങ്ങൾ, ആഫ്റ്റർ ഷോക്ക് എന്ന നിലയിൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം ഉള്ള ചെറിയൊരു ആഫ്റ്റർ ഷോക്ക് ആയി ഈ തെരഞ്ഞെടുപ്പിനെ കാണാവുന്നതേ ഉള്ളൂ. എങ്കിൽ തന്നെ ആ മൂന്ന് കക്ഷികളും ഏതാണ്ട് അവരുടെ തട്ടകം ഒരുമാതിരി നിലനിർത്തിക്കൊണ്ടു പോകുന്നു. വലിയ അട്ടിമറികളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്കിലും there is advantage Congress and UDF.